20 വർഷത്തെ ഇടവേളകളിൽ നടന്ന 4 സ്ത്രീകളുടെ തിരോധാനം. 2006 ബിന്ദു പത്മനാഭൻ, 2012 ഐഷ, 2020 സിന്ധു എന്ന ബിന്ദു. ഈ 3 പേരും ചേർത്തല സ്വദേശിനികൾ. 2024 ഏറ്റുമാനൂരിലെ ജയരമയുടെ തിരോധാന കേസിൻ്റെ അന്വേഷണത്തിലാണ് ആലപ്പുഴ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് ഒരു അസ്ഥികൂടം കണ്ടെത്തിയത്. അതോടെ ഓരോ തിരോധാനങ്ങളുടെയും കേസ് ഡയറികൾ പോലീസ് വീണ്ടും പരിശോധിക്കുന്നു. 4 കേസുകൾക്കും സമാന സ്വഭാവം. കൃത്യമായ ഇടവേളകളിൽ കാണാതായ സ്ത്രീകളും പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് അന്വേഷണം എത്തുന്നു. 5 വർഷം മുൻപ് കാണാതായ സിന്ധുവിനെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണോ? അൺഡിക്റ്റഡ് എന്ന് എഴുതിത്തള്ളിയ കേസ് പോലീസ് വീണ്ടും അന്വേഷിക്കാനൊരുങ്ങുകയാണ്. ജൈനമ്മ തിരോധാനത്തിലെ തെളിവെടുപ്പും ഐഷ കേസിലെ പോലീസിൻ്റെ തുടർ നീക്കങ്ങളും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മകളുടെ വിവാഹം നടക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അമ്മയുടെ തിരോധാനം. ആലപ്പുഴ ചേർത്തല സ്വദേശിനി സിന്ധു എന്ന ബിന്ദുവിനെ കാണാതായ കേസിൽ പല കഥകളും പ്രചരിച്ചു. ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ബിന്ദു ഒറ്റയ്ക്കാണ് 2 പെൺകുട്ടികളെയും വളർത്തി വലുതാക്കിയത്. മകളെ കെട്ടിച്ചയക്കാനുള്ള സ്വർണം വരെയും അവർ തരപ്പെടുത്തിയിരുന്നു. അങ്ങനെ മക്കളെ പൊന്നുപോലെ സ്നേഹിച്ചിരുന്ന ആ അമ്മയുടെ ഭാഗത്തു നിന്ന് തെറ്റായതൊന്നും ഉണ്ടാകില്ലെന്ന് കുടുംബം ഉറച്ചു വിശ്വസിച്ചതാണ്. പിന്നെ ബിന്ദുവിന് എന്താകും സംഭവിച്ചത്? ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ്റെ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ബിന്ദു തിരോധാന കേസ് കൂടി ചർച്ചയാകുന്നത്. 2020 ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ബിന്ദു പിന്നീട് മടങ്ങി വന്നിട്ടില്ല. ബിന്ദുവിനെ കാണാതായ കേസിലും സെബാസ്റ്റ്യന് പങ്കുണ്ടോ? ഇരുവരും തമ്മിൽ എന്തായിരുന്നു ബന്ധം? പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് കാണാതായ ഓരോ സ്ത്രീകളെ സംബന്ധിച്ചും അന്വേഷിക്കുമ്പോൾ ലഭ്യമാകുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇന്ന് തിരുവഴ സ്വദേശിയായ സിന്ധു എന്ന് വിളിപ്പേരുള്ള ബിന്ദുവിന്റെ തിരോധാനത്തെക്കുറിച്ചാണ് ന്യൂസ് 18 അന്വേഷിക്കുന്നത്. ഈ കാണുന്നതാണ് ബിന്ദുവിന്റെ വീട്. ബിന്ദു ഈ സാഹചര്യത്തിലാണ് 2 പെൺമക്കളെയും കൊണ്ട് ജീവിച്ചു പോന്നിരുന്നത്. ആ കുട്ടികളെ വളർത്താൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിരുന്ന ഒരമ്മയാണ്. മാത്രമല്ല, മൂത്ത കുട്ടിയുടെ വിവാഹത്തിന് തൊട്ട് മുമ്പാണ് ബിന്ദുവിനെ കാണാതായെന്നുള്ളതാണ് ബിന്ദുവിൻ്റെ അമ്മ വ്യക്തമാക്കുന്നത്. ചേർത്തല സൗത്ത് പഞ്ചായത്ത് 13-ാം വാർഡിൽ വള്ളാകുന്നത്ത് വെളിയിൽ ബിന്ദു കാണാതാകുമ്പോൾ 43 വയസ്സ് പ്രായം. 2020 ഒക്ടോബർ 10-ാം തീയതി വൈകിട്ട് 6:30 തിരുവഴ ക്ഷേത്രത്തിലേക്ക് പോയതാണ്. പിന്നീട് ആരും ബിന്ദുവിനെ കണ്ടിട്ടില്ല. ഞാൻ അന്നേരം തലവരെ ഇവിടെ കിടക്കുകയായിരുന്നു. അന്ന് അത് ഇവിടെ അമ്പലത്തിൽ പോകണമെന്ന് പണ്ട് പോയെങ്കിലും ഒന്ന് എനിക്ക് ചൊവ്വന്നേരം ഒന്ന് കാണാൻ പോലും ഇതൊരു തന്നിട്ടില്ലായിരുന്നു. എന്ത് പറ്റിയെന്ന് ഇന്ന് വരെ ഞങ്ങൾക്ക് അറിയത്തില്ല, കിട്ടിയിട്ടില്ല. വേറെ ഒരു കുഴപ്പം ഇവിടെ ഇല്ല. മകളുടെ വിവാഹ തീയതി കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ബിന്ദുവിനെ കാണാതാകുന്നത്. വിവാഹത്തിനുള്ള സ്വർണമടക്കം കണ്ടെത്തി വെച്ചിരുന്നു. ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ബിന്ദു ഒറ്റയ്ക്കാണ് 2 പെൺമക്കളെയും വളർത്തിയത്. വിവാഹം നിശ്ചയിച്ച പശ്ചാത്തലത്തിൽ ഒരിക്കലും ബിന്ദു മക്കളെ ഉപേക്ഷിച്ച് പോകില്ലെന്ന് കുടുംബം പറയുന്നു. കാണാതായെന്ന് വൈകിട്ട് തന്നെ അർത്തുങ്കൽ പോലീസിൽ പരാതി നൽകി. ഞങ്ങൾക്ക് ഇതൊരു തെളിവായിട്ട് തോന്നിയിട്ടില്ല ഇന്ന് വരെ. പോലീസ് എന്താ പറയുന്നത്? അവര് പറയണത് ഞങ്ങൾ തിരക്കിട്ട് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ലെന്നാ പറയണത്. എന്നായിരുന്നു അന്ന് നിങ്ങൾ പോലീസിൽ പരാതി നൽകി? അന്ന് രാത്രി തന്നെ കൊടുത്തായിരുന്നു. കാണാഞ്ഞപ്പോ തന്നെ പരാതി കൊടുത്തതാണ്. പിറ്റേ ദിവസമൊക്കെ മാറ്റി വെച്ചില്ല. പിന്നെ മകളുടെ കല്യാണത്തിനടക്കം ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല? ഇല്ല 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 ഇല്ല. വർഷത്തോളം കേസ് അന്വേഷിച്ച അർത്തുങ്കൽ പോലീസിന് ബിന്ദു ക്ഷേത്രത്തിലെത്തി എന്നതിനപ്പുറം ഒരു തുമ്പും കണ്ടെത്താനായില്ല.
പിന്നീട് അൺഡിറ്റക്റ്റഡ് എന്ന് കാണിച്ച് കേസ് എഴുതി തള്ളി. പോലീസ് എന്ന് പറഞ്ഞത് അന്വേഷണം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു തെളിവും ഇല്ലാത്ത കാരണം നിർത്തിവെച്ചപ്പോൾ കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. അത് കൈപ്പറ്റണമെന്നാണ് അവർ പറഞ്ഞത്. ഒപ്പിട്ട് വാങ്ങി അത് പോലീസുകാർ കൊണ്ടുവന്ന് നമ്മൾ ഒപ്പിട്ട് എൻ്റെ ചേട്ടൻ വാങ്ങിക്കുകയും ചെയ്ത്. പരാതി നൽകിയത് താങ്കളുടെ ഹസ്ബൻഡാണ്? എൻ്റെ ഹസ്ബൻഡാണ്, അനിലാണ് പരാതി നൽകിയത്. അപ്പം ചേട്ടൻ തന്നെ ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്തു. എന്നായിരുന്നു അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് അറിയിപ്പ് വന്നത്? അതിപ്പോൾ 1 വർഷത്തിന് മേളിലായിട്ടുണ്ട് മാഡം, 1 വർഷത്തിന് മേളിലായിട്ടുണ്ട്. അത് കല്യാണ ചിലവിനുള്ള പണം ആവശ്യമുണ്ടായിരുന്നു. പണം നൽകാമെന്ന് പറഞ്ഞ് ആരെങ്കിലും കബളിപ്പിച്ചോ എന്നും കുടുംബം സംശയിക്കുന്നു. ജീവനോടെ ഉണ്ടെങ്കിൽ ഉറപ്പായും മകളുടെ കല്യാണത്തിന് ബിന്ദു വരുമായിരുന്നു. പോയി 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്ത്. അവിടുന്ന് അവർ കൂടി വന്നാണ് നമ്മുടെ കൂടെ തെരച്ചിൽ നടത്തിയത്. പോലീസുകാർ വന്നാണ് തെരച്ചിൽ നടത്തിയത്. ഏതൊക്കെ ഭാഗത്തായിട്ടാണ് നിങ്ങൾ തെരച്ചിൽ നടത്തിയത്? തെരച്ചിൽ നമ്മൾ പിന്നെ അമ്പലത്തിന് കിഴക്കുവശം, പടിഞ്ഞാറ് വശം, പിന്നെ ഹൈവേ, അങ്ങനെ മൊത്തം നോക്കി. വടക്കോട്ടും എല്ലാം എങ്ങും കണ്ടെത്താൻ പറ്റില്ല. ക്യാമറയിലൊന്നും പതിഞ്ഞിട്ടും ഇല്ലായിരുന്നു. അമ്പലത്തിലെത്തിയിട്ടുണ്ടോ? അമ്പലത്തിലെത്തി അവിടെ വഴിപാട് നടത്തിയതിന്റെ രസീതൊക്കെ അവര് പോലീസുകാർ നോക്കി അവർക്ക് ബോധ്യപ്പെട്ടായിരുന്നു. അവർ നമ്മളോട് ഒന്ന് പറയുകയും ചെയ്തായിരുന്നു, അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്തായിരുന്നു. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട തിരോധാന കേസുകളുടെ വിവരങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ കുടുംബത്തിന്റെ ആദി ഏറുകയാണ്. ബിന്ദു പത്മനാഭൻ, ആയിഷ, ജൈനമ്മ തിരോധാന കേസുകൾ നിരീക്ഷിക്കുന്ന അന്വേഷണ സംഘം ഈ സ്ത്രീകൾ ഒന്നും തന്നെ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു. സ്ഥിരം കുറ്റവാളിയെന്ന് വിലയിരുത്തുന്ന സെബാസ്റ്റ്യൻ 2012 ശേഷം 2024 വരെ തന്റെ കുറ്റവാസനയിൽ നിന്ന് മാറി നിന്നതായി പോലീസ് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ചേർത്തല തിരുവഴയിൽ നിന്ന് കാണാതായ ബിന്ദുവിന്റെ തിരോധാനത്തിന് ചേർത്തലയിലെ മറ്റു സ്ത്രീകളുടേതുപോലെ സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടോ എന്ന് ഇടകീറി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ബിന്ദു കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ 2 മക്കൾ. അവരിലൊരാളുടെ വിവാഹത്തിന് 2 മാസം മുമ്പാണ് ബിന്ദുവിനെ കാണാതാകുന്നത്. ഒരിക്കലും ആ അമ്മയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ബിന്ദുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഉത്തരം പറയേണ്ടത് അർത്തുങ്കൽ പോലീസാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോട്ടയം ഏറ്റുമാനൂർ